സർ നമ്മുടെ കേസ് ടു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൻഡിസെക്ടോമി ആക്ച്വലി സർ എന്താണ് ആ സിറ്റുവേഷൻ? ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അനുബന്ധം എന്നാണ്. മലയാളത്തിൽ അനുബന്ധം. ഒരു നോവലൊക്കെ എഴുതി അതിൻ്റെ അടിയിൽ ഒരു അനുബന്ധം. അത് ഒരു ചെറിയൊരു അവയവമാണ്. ഒരു ചെറിയ മണ്ണിരയുടെ ചെറിയ വലിപ്പത്തിൽ വൻകുടലിനും ചെറുകുടലിനും ഇടയിലിരിക്കുന്ന ഒരു ട്യൂബാണ്. ആക്ച്വലി അത് മനുഷ്യന് അത്ര വലിയ ജോലിയില്ല. അത് നമ്മുടെ ഈ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കുരങ്ങന്മാരിൽ നിന്നാലും മനുഷ്യർ വന്നു എന്ന് പറഞ്ഞ രീതിയിൽ അവർക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിലേക്ക് മാറി വന്നപ്പോൾ അത്ര ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നില്ല. എങ്കിലും ചെറിയ രീതിയിൽ അതൊരു ഡിഫൻസ് മെക്കാനിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരു ചെറിയ കുഞ്ഞു ട്യൂബാണ്. ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് മലം വരണ സമയം ചെറുകുടലിൽ മലം ദ്രാവക രൂപത്തിലായിരുന്നു. അവിടെ ഒരു വാൽവുണ്ട്. ആ വാൽവിൽ കൂടെ വൻകുടലിലേക്ക് മലം കയറുമ്പോൾ അറിയാതെ മലം അബദ്ധത്തിൽ ഈ അപ്പൻഡിക്സിൽ നിന്ന് ആ ട്യൂബിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അത് കട്ടിയാവുകയും അതിൻ്റെ രക്തഓട്ടം നഷ്ടപ്പെടുകയും രോഗാണുക്കൾ വന്ന് അത് പഴുത്ത് വീർത്ത് അപകടത്തിലേക്ക് പോകും. ആ കണ്ടീഷനാണ് അപ്പൻഡിസൈറ്റിസ്. അത് നമ്മൾ കണ്ടുപിടിച്ച് 24 മണിക്കൂറിനകത്ത് അതിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ അവൻ പൊട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകണം. ചെറിയ വയറാണ്. പൊട്ടി പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു വയറ് മുഴുവൻ പെട്ടെന്ന് വ്യാപിക്കുകയും അത് രക്തത്തിനകത്ത് രോഗാണുക്കളും അതിൻ്റെ അംശവും കയറി സെപ്റ്റിസീമിയ എന്ന രോഗങ്ങളും ചിലപ്പം മരണം വരെ സംഭവിക്കാം. അപ്പോൾ 24 ഹവേഴ്സിനകത്ത് നമ്മളത് കണ്ടുപിടിച്ച് അതിന് മാനേജ് ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ നമ്മൾ പലപ്പോഴും നമുക്ക് അനുഭവം വയറുവേദന ഗ്യാസാണെന്നൊക്കെ പറഞ്ഞ് വെളുത്തുള്ളിയെ കൊടുത്തിരിക്കും. ഡോക്ടർമാരുടെ അടുത്ത് പോകില്ല. ഇനി അഥവാ പോയാലും ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഈ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്വൈസ് ഉണ്ട്. വയറുവേദന ഉണ്ടോ ഉടൻ തന്നെ അടുത്തൊരു ഹോസ്പിറ്റൽ ഒരു സർജൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ കണ്ട് അവരെ കാണിച്ച് കൺഫേം ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് അത് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അപ്പം നമ്മൾ ഈ അപ്പൻഡിക്സിന് നമ്മൾ കണ്ടുപിടിക്കാൻ ഒന്ന് ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെ. പൊക്കളുടെ വലത് ഭാഗത്ത് കൈ താത്തുമ്പോൾ തന്നെ നല്ല വേദന വരുന്ന ഒരു ടോട്ടൽ കൗണ്ട് ബ്ലഡ് നോക്കുമ്പോൾ അതിൻ്റെ കൗണ്ട് കൂടുക ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഇത് മാത്രമല്ല, ഏത് ഇൻഫെക്ഷൻ കൂടുക എന്നാലും നമ്മളത് ആ സമയത്ത് നോക്കുമ്പോൾ ടോട്ടൽ കൗണ്ട് കൂടുതൽ. പിന്നെ കൂടുതലായിട്ട് നമുക്ക് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ. അതാണ് നമ്മൾ അൾട്രാസൗണ്ട് എക്സാമിനേഷനിൽ സാധാരണ അപ്പൻഡിക്സ് കംപ്ലീറ്റ് പറയാറില്ല. ചില എക്സ്പെർട്സ് നമുക്ക് നന്നായിട്ട് പറയും. ഇവിടുത്തെ സോണോളജിസ്റ്റൊക്കെ വളരെ നന്നായിട്ട് അത് നോട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ CT സ്കാനാണ് കുറച്ചുകൂടെ കൺഫർമേഷൻ. പലപ്പോഴും നമ്മൾ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ അപ്പൻഡിക്സിൽ ഒന്നും കാണുന്നില്ല എന്ന് എഴുതുമ്പോൾ ആൾക്കാർ വിചാരിക്കും അപ്പൻഡിക്സ് ഇല്ല, പിന്നെ എന്താ ഈ ഡോക്ടർ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൻഡിക്സ് കാണുന്നില്ല എന്നേ ഉള്ളൂ, ഇല്ല എന്നല്ല അർത്ഥം. അതറിയില്ല. അങ്ങനെ വരുമ്പോൾ അത് കൊണ്ടുപോവുകയും കോംപ്ലിക്കേഷൻ വരികയും പ്രശ്നങ്ങൾ ഇവിടെ ഒരുപാട് നമ്മൾ ഈ ഇതിലൊരു 10%-ഉം പൊട്ടി പഴുപ്പ് ബാധിച്ച് ഗുരുതരമായ അവസ്ഥയിൽ വന്ന കേസുകളാണ് നമ്മളിവിടെ ഇപ്പം ചെയ്തത്. ഇത് ഗ്രേസ് ഓഫ് ഓൾമൈറ്റി, പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എല്ലാ സെറ്റപ്പും നമ്മുടെ പാരാഫ്രൈൻ്റെ എല്ലാം ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് അവരെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. വയറുവേദനയാണ്. ചിലർക്ക് വലിയ വയറുവേദന, ചിലർക്ക് വയറുവേദന അടുത്തായിട്ട് കാണില്ല. അപ്പം നമ്മളായിരിക്കും കുഴപ്പമില്ല. ചിലർക്ക് ഛർദി മാത്രമേ കാണുള്ളൂ, ചിലർക്ക് വയറിളക്കം മാത്രമേ കാണുള്ളൂ, പനി വയറിളക്കം. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും. ഇതെല്ലാം ഇതിൻ്റെ കുട്ടികളിലാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. വലിയവർക്കും വരാം. പക്ഷെ പ്രായമുള്ളവർ ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പ്രകൃതി കാണണം. പിന്നെ ഗർഭിണികൾക്ക് അത് വളരെ ഗർഭിണികൾക്ക് അപ്പൻഡിക്സ് പഴുത്ത് വരാം. ആ സമയത്ത് ഗർഭിണിയല്ലേ സർജറി ചെയ്യാൻ പറ്റുമോ എന്നല്ല. ഗർഭിണിയാണെങ്കിൽ മസ്റ്റായിട്ട് സർജറി ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ ആ കുഞ്ഞിനും അമ്മയ്ക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്.